ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന സർവശക്തനായ ദൈവം സ്തുതിക്കുന്ന നമ്മുടെ മേൽ പ്രസാദിച്ച് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നാം ഓരോരുത്തരും ദൈവത്തെ പാടി സ്തുതിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പാട്ടും സ്തുതിയും സത്യമായി നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ നിശ്ചയമായി നന്ദിയുള്ള ഹൃദയത്തോട് നാം കർത്താവിനെ പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരസ്പർശനവും നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വചനം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ഇവിടെ 3 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, നാം തമ്മിൽ പഠിപ്പിക്കേണ്ടതും ബുദ്ധി ഉപദേശിക്കേണ്ടതുമായ കാര്യം. 2, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് നാം പാടേണം. 3, ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കണം. അതെ, എന്നാൽ ഇതിൻ്റെ 2-ാം ഭാഗമാണ് ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടേണം. അതെ, പല രീതിയിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നവരുണ്ട്. ഒന്നാമത്, ചടങ്ങായിട്ട് ഒരു കുടുംബ പ്രാർത്ഥന നാം ചെയ്തു വരുന്ന പതിവാണ്. അതൊരു ചടങ്ങാണ്. അപ്പോൾ 2 പാട്ട് പാടണം, ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. അല്ലെങ്കിൽ പ്രഭാത പ്രാർത്ഥന, പ്രഭാതത്തിൽ പാടുന്ന 2 പാട്ട് പാടണം, ദൈവത്തെ സ്തുതിക്കണം, ആരാധിക്കണം. എന്നാൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കും എന്നുള്ള ഒരു ചിന്തയോടെ ചടങ്ങായിട്ട് ദൈവത്തെ പാടി സ്തുതിക്കുന്നവരുണ്ട്. 2, മറ്റൊരു കൂട്ടരുണ്ട്, ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ വേണ്ടി ദൈവത്തെ പാടി സ്തുതിക്കുന്നവരുണ്ട്. അതായത് അപ്പോസ്തലന്മാർ ദൈവത്തെ പാടി സ്തുതിച്ചു, ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി, വാതിലുകൾ തുറന്നു, അടിസ്ഥാനങ്ങൾ ഇളകി. അങ്ങനെ ദൈവത്തെ ശക്തമായി പാടുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കും, ഇനിയും ചില ദൈവപ്രവൃത്തികൾ വെളിപ്പെടും എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടെ ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ കാലം ഉപരി കർത്താവ് പ്രസാദിക്കുന്നത് നന്ദിയോടെ ദൈവത്തിന് പാടുന്ന അനുഭവം. നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യമായിരുന്നാലും, വാതിലുകളെല്ലാം അടയപ്പെട്ട അവസ്ഥയായിരുന്നാലും, ബന്ധനങ്ങളാൽ ചങ്ങലകളാൽ നിറയപ്പെട്ട അവസ്ഥകളായിരുന്നാലും, അത് വളരെ ഞെരുക്കത്തിൽ നാം കടന്നു പോകുന്ന പാതകളായിരുന്നാലും, പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാത്ത അവസ്ഥയായിരുന്നാലും, അവിടെയും ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ നിമിഷങ്ങളിൽ ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയോടെ നാം ദൈവത്തിന് പാടുമ്പോൾ ദൈവം അതിൽ പ്രസാദിക്കും. അതും നന്ദിയോടെ നാം പുറമേയുള്ള ഭക്തിയല്ല. അത് സ്തോത്ര പ്രവാചകൻ മുഖാന്തരം കർത്താവ് പറയുന്നല്ലോ, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയമോ എങ്കിൽ നിന്ന് അകന്നിരിക്കുന്നു. മറ്റുള്ളവർ കാണുവാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുൻപിൽ നാം ആത്മീയരാണെന്ന് കാണിക്കുവാൻ വേണ്ടി പുറമേ നമ്മുടെ സ്തോത്ര അധരത്തിൽ നിന്നും നന്ദിയോടെ ഞങ്ങൾ പാടുന്നു എന്ന രീതിയല്ല. ഇവിടെ നാം വ്യക്തമായി വായിക്കുന്നു, നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടണം. ദൈവം നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്, മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല കർത്താവ് നമ്മെ നോക്കുന്നത്. നമ്മുടെ ആത്മീക ജീവിതത്തെ കർത്താവ് തൂക്കി നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ നാളുകൾ നമ്മൾ കുറവുള്ളവരായിരിക്കുവാൻ പാടില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത്. നമ്മുടെ ദൈവത്തെ നാം പാടണം, സ്തുതിക്കണം, മഹത്വപ്പെടുത്തണം. എങ്ങനെയാണ്? നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, ഹൃദയങ്ങളിൽ നിന്നും നാം ദൈവത്തിന് പാടുമ്പോൾ. പ്രൈസ് ദി ലോർഡ്. സ്വരം ഒരു പ്രശ്നമല്ല, താളം ഒരു പ്രശ്നമല്ല. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും, ഓരോ പാട്ടുകളും കർത്താവ് പ്രസാദിക്കും. ഹല്ലേലൂയ. ഈ നാളുകളിൽ ഇന്നു മുതൽ പുതിയൊരു തീരുമാനത്തോടെ, എപ്പോഴും നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് കർത്താവിന് പാടാം. 13-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ സങ്കീർത്തനക്കാരനെ ദാവീദ് ഇങ്ങനെ പറയുന്നു, കർത്താവ് എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും, എത്രത്തോളം അങ്ങയുടെ മുഖത്തെ എനിക്ക് നേരെ മറയ്ക്കും, അങ്ങനെ എത്രത്തോളം എന്ന് ഒത്തിരി ചോദ്യങ്ങളെ ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അവസാനം 6-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും.
പ്രൈസലോ. ഇന്ന് നാം പല ചോദ്യങ്ങളോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ചോദ്യങ്ങൾ മാത്രമുള്ള ജീവിതം നാം നയിക്കുന്നവരായിരിക്കാം. പല ചോദ്യങ്ങളോടുകൂടി ആയിരിക്കാം ഈ സന്ദേശം നാം കേൾക്കുന്നത്. എന്നാൽ കർത്താവ് ചെയ്ത നന്മകളെ ഓർത്ത് ഹല്ലേലൂയ നന്ദിയോടെ നമുക്ക് കർത്താവിനെ പാടാമോ, സ്തുതിക്കാമോ, ആരാധിക്കാമോ? നിശ്ചയമായി കർത്താവ് നാം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നാം ആഗ്രഹിക്കാത്ത നിലവാരത്തിൽ, നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായ രീതിയിൽ കർത്താവ് നമ്മെ ശ്രേഷ്ഠകരമായി വഴി നടത്തുവാൻ സർവശക്തനാണ്. പ്രൈസലോ. നാം സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ എപ്പോഴും ദൈവത്തെ പാടി സ്തുതിക്കുന്ന ആരാധനയുടെ അനുഭവം മാത്രമാണ്. എന്നാൽ ആ നിത്യ സൗഭാഗ്യം നമുക്ക് പ്രാപിക്കണമെങ്കിൽ ഈ ഭൂമിയിലും സ്വർഗഭാഗ്യം നാം അനുഭവിക്കുന്നത് പോലെ തന്നെ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ, ഞെരുക്കങ്ങൾ, പീഡനങ്ങൾ, വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങളൊക്കെയുണ്ട്. എന്നാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മെ നിറഞ്ഞ ഹൃദയങ്ങളിൽ നിന്ന് നന്ദിയോടെ നാം ദൈവത്തിന് പാടുമ്പോൾ അതിൻ്റെ സൗഭാഗ്യവും നമുക്ക് അനുഭവിക്കുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഇവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവേ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി മേഖലകളിലും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, നന്ദിയോടെ ഹൃദയങ്ങളിൽ നിന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് മുഖത്തുപെടുത്തുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കും. നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിക്കുന്നു, നിങ്ങളുടെ അതരത്തെ സമർപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ അങ്ങ് ഞങ്ങളെ കാണുന്ന ദൈവമാണ്. ഞങ്ങൾ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത്, നിങ്ങളുടെ നിരൂപണം ഒക്കെ ദൂരത്തു നിന്ന് അറിയുന്ന കർത്താവാണ്. അങ്ങയുടെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അതേ നാഥ കർത്താവേ, സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ ചടങ്ങായിട്ട് അല്ലെങ്കിൽ ചിലത് കാര്യങ്ങൾ നടക്കേണ്ടതിനായി കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവ് ഇങ്ങനെ പാടി സ്തുതിച്ച അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ദയവായി ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവകരങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നീ സ്തുതിപ്പാൻ, പാടുവാൻ, മഹത്വപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ഞങ്ങളിൽ പ്രസാദിച്ചിരുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു എന്ന് ദാവീദ് പറയുന്നത് പോലെ ഞങ്ങളിൽ പ്രസാദിച്ച് അങ്ങ് ഞങ്ങളെ വിടുവിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ദൈവമേ, വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.